ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നൊരു ഉത്സവത്തിൻ്റെ കഥയായാലോ. ഞങ്ങളുടെ നാട്ടിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടം വരെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. കാരാട് ഏറാട്ടുകളൻ പരദേവത ക്ഷേത്രത്തിലായിരുന്നു കേട്ടോ ഉത്സവം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ പാമ്പാടി രാജനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പാമ്പാടി രാജനെ അറിയാത്തവരുണ്ടാവില്ലല്ലോ അല്ലേ. ആനക്കേരളത്തിൻ്റെ ഒരേ ഒരു കതിർവില്ലഴകൻ, അതേപോലെ ഗജരാജ ലക്ഷണ പെരുമാൾ, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പാമ്പാടി രാജനെ വിശേഷിപ്പിക്കുന്നത്. എന്തായാലും നമ്മുടെ ഏറാട്ടുകാളൻ്റെ തിടമ്പേറ്റാൻ പാമ്പാടി രാജൻ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതതിന് ശേഷം ആദ്യം പോയത് നമ്മുടെ പാമ്പാടി രാജനെ കാണാനായിരുന്നു. തുമ്പിമോളും ചിത്തുമോനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. ആനേനെ ഇത്ര അടുത്ത് കണ്ടിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. രണ്ടാളും അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം ഇരിക്കാൻ സ്ഥലമുള്ളത് കൊണ്ട് തന്നെ വേഗം വേഗം നീങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേഗം തന്നെ ഭക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായി. അത്യാവശ്യം നല്ല വലിയൊരു സദ്യ തന്നെയായിരുന്നു കേട്ടോ. ചോറ്, സാമ്പാർ, ഉപ്പേരി, പപ്പടം, അച്ചാറ്, പുളിയിഞ്ചി, മസാലക്കറി, ഓലൻ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. കൂടെ പായസവും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി പാൽപ്പായസമായിരുന്നു. അതും കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ആനേൻ്റെ അടുത്തേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം പിന്നെയും നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഞങ്ങൾ പിന്നെയും അമ്പലത്തിൻ്റെ ഉള്ളിൽ വീണ്ടും കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ പ്രഭാഷണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് കേട്ട് കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ ആനയ്ക്കുള്ള നെറ്റിപ്പട്ടൊക്കെ. നമ്മുടെ ഭഗവാന്റെ തിടമ്പേറ്റുന്നതിൻ്റെ മുന്നേ നെറ്റിപ്പട്ടൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഇതൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരത്തിന്. പിന്നെ ഞങ്ങൾ അവിടുന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നിറച്ച് കടകളും ഒരുപാട്. ഈ കമ്മൽ കളക്ഷൻ എൻ്റെ ഒരു വീക്ക്നെസ്സാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്നു. അതിൻ്റെ ഇടയിൽ അവിടെ വെടിക്കെട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തുമ്പിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ തുമ്പിനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ ജിത്തു. പിന്നെ ഞങ്ങൾ വീട്ടിൽ ചെന്നതിന് ശേഷം വൈകിട്ട് ഞങ്ങൾ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഘോഷയാത്രയ്ക്ക്. അപ്പോൾ ആന തിടമ്പൊക്കെ ഏറ്റി നെറ്റിപ്പട്ടൊക്കെ കെട്ടി നിൽക്കുമായിരുന്നു. വാദ്യമേളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു അത് നമുക്കിങ്ങനെ കണ്ടു നിൽക്കാൻ. കുറച്ച് നേരം ആ ആനച്ചന്തും അതുപോലെ ആ വാദ്യമേളങ്ങളും എല്ലാം ആസ്വദിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ രാത്രി ഒരുപാട് വൈകാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെടിക്കെട്ടും കൂടി കണ്ടിട്ടാണ് കേട്ടോ പോയത്. വെടിക്കെട്ടൊക്കെ നല്ല ഉഷാറായിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ ശരി, ടാറ്റാ.